ലോകത്തിന്റെ ഒരതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയും നഭോമണ്ഡലത്തിന്റെ അത്യുച്ചയിലും ആഴങ്ങളുടെ അഗാധത്തിലും സകലതും മറിയത്തെ പ്രഖ്യാപിക്കുന്നു. 9 വൃന്ദം മാലാഖമാരും എല്ലാ യുഗങ്ങളിലെയും മാനവരാശി മുഴുവനും, സ്ത്രീയും പുരുഷനും, മതങ്ങളും വ്യവസ്ഥിതികളും, നല്ലതും ചീത്തയും, ദുഷ്ടാരൂപികൾ പോലും നല്ല മനസ്സോടെയോ അല്ലാതെയോ സത്യത്തിന്റെ അപ്രതിരോധ്യമായ ശക്തിയാൽ പ്രേരിതരായി മറിയത്തെ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു. വിശുദ്ധ ബനവഞ്ചർ പറയുന്നു, സ്വർഗത്തിലുള്ള സകല മാലാഖമാരും അവിരാമം മറിയത്തെ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധിയായ മറിയമേ, ദൈവാംബികയെ, കന്യകയെ എന്ന് ഇടപെടാതെ ഉദ്ഘോഷിക്കുന്നു. ഓരോ ദിവസവും അവർ അവളുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാലാഖയുടെ അഭിവാദ്യം മറിയമേ സ്വസ്തി എന്ന് കോടാനുകോടി പ്രാവശ്യം ആലപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ആജ്ഞകൾ നൽകി തങ്ങളെ ബഹുമാനിക്കാൻ കനിയണ എന്ന് യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയും പോലെ സ്വർഗീയ സൈന്യങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മിഖായേൽ പോലും ഏറ്റവും തീഷ്ണതയോടെ അവളെ ബഹുമാനിക്കുന്നു. മറ്റുള്ളവരെ കൊണ്ട് ബഹുമാനിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവളുടെ ദാസരെ ശുശ്രൂഷിക്കുവാനുള്ള നിർദ്ദേശം കൊണ്ട് എന്നെ ബഹുമാനിക്കണേ എന്ന മട്ടിൽ മിഖായേൽ ദേവദൂതൻ അത്യാകാംക്ഷാപൂർവം മറിയത്തിന്റെ ശബ്ദത്തിൽ കാത്തു നിൽക്കുന്നു. അവളുടെ മഹത്വം വിശ്വമാകെ നിറഞ്ഞു നിൽക്കുന്നു. ക്രൈസ്തവ ജനപദങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളുടെയും പ്രവിശ്യകളുടെയും രൂപതകളുടെയും നഗരങ്ങളുടെയും രക്ഷാധികാരം മറിയത്തിന് നൽകുന്നു. പല കത്തീഡ്രലുകളും അവൾക്ക് പ്രതിഷ്ഠിതമാണ്. മാതാവിന്റെ അൾത്താരയില്ലാത്ത ഒരൊറ്റ ദേവാലയം പോലുമില്ല. അവളുടെ അത്ഭുതകരമായ തിരുസ്വരൂപമില്ലാത്ത രാജ്യങ്ങളില്ല, പ്രവിശ്യകളില്ല. അവിടെയെല്ലാം തിന്മകൾ അകന്നു പോകുന്നു, നന്മകൾ വർഷിക്കപ്പെടുന്നു. അവളുടെ നാമത്തിൽ രൂപം കൊണ്ടിട്ടുള്ള സംഘടനകളും കോൺഗ്രിഗേഷനുകളും ആർക്ക് എണ്ണി തിട്ടപ്പെടുത്താനാകും? അവളുടെ നാമത്തിലും സംരക്ഷണത്തിലും എത്രയെത്ര സന്യാസ സഭകളാണുള്ളത്. ഇവയിലൊക്കെ എത്രയെത്ര അംഗങ്ങളാണ് അവളുടെ സ്തുതികളും കാരുണ്യങ്ങളും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റ ശിശുവെങ്കിലും തങ്ങളുടെ അവ്യക്തമായ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ അവളെ പ്രവർത്തിക്കാത്തതായുണ്ടോ? അവളിലുള്ള പ്രത്യാശയുടെ മിന്നലൊളി വല്ലപ്പോഴുമെങ്കിലും കടന്നു ചെല്ലാത്ത ദുശാഷ്ടക്കാരായ ഒറ്റ പാപി പോലുമില്ല. തീർച്ച, നരകപിശാചുകൾ പോലും അവളെ ബഹുമാനിക്കുന്നു, ഭയപ്പെടുന്നു.